ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പരാമർശമില്ലെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ന്യൂനപക്ഷ വിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കാത്തത് ഖേദകരമാണെന്നും പ്രസ്താവന. ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അതിരൂപത കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച എയ്ഡഡ് വിദ്യാഭ്യാസ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. വൈജ്ഞാനിക വിസ്ഫോടനത്തിന് വഴിയൊരുക്കുമെന്ന് അവകാശപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തതും ന്യൂനപക്ഷ വിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കാത്തതും ഖേദകരമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. അതേസമയം വിദ്യാഭ്യാസ മേഖലകളിലെ സേവനങ്ങളിലൂടെ ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകൾ നിസ്തൂലമാണെന്നും ന്യൂനപക്ഷാവകാശ സംരക്ഷണങ്ങൾക്കുവേണ്ടി നിരന്തരം കോടതികളെ സമീപിക്കേണ്ടി വരുന്നത് ഈ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും മാർ പെരുന്തോട്ടം കൂട്ടിച്ചേർത്തു. ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അതിരൂപത കേന്ദ്രത്തിൽ നടത്തിയ എയ്ഡഡ് വിദ്യാഭ്യാസ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വർഗീസ് താനമാവുകൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് കരിവേലിക്കൽ, ഡോക്ടർ KM ഫ്രാൻസിസ് എന്നിവർ വിഷയാവതരണം നടത്തി. റവറന്റ് ഡോക്ടർ ക്രിസ്റ്റോ നേര്യംപറമ്പിൽ, ഡോക്ടർ റൂബിൽ രാജ് എന്നിവർ പ്രധാന പ്രതികരണങ്ങൾ നടത്തി. പൊതുചർച്ചയിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് പാലായ്ക്കൽ മോഡറേറ്ററായിരുന്നു. അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് കോടിക്കൽ, ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, അഡ്വക്കേറ്റ് ജോജി ചിറയിൽ, ജോബി പാക്കുഴി, ടോം ജോസഫ് ചമ്പക്കുളം, ബിജു സെബാസ്റ്റ്യൻ, വർഗീസ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ചങ്ങനാശ്ശേരി, പാല, കാത്തിരപ്പള്ളി, കോട്ടയം, തിരുവല്ല, വിജയപുരം, ചിങ്ങവനം എന്നിവിടങ്ങളിൽ നിന്നുമായി 100-ൽ പരം പ്രതിനിധികൾ പങ്കുചേർന്നു. ഷിഗ്യാന ന്യൂസ്, കോട്ടയം.